ലാസ്റ്റ് ഇറങ്ങിയ മുന്താണി കടവത്ത് വലിയ തേങ്ങാക്കൊല എന്നൊക്കെ പത്രത്തിൽ എഴുതിച്ചെങ്കിലും പ്രൊഡ്യൂസറുടെ അണ്ടം കീറുന്നാ കേൾക്കുന്നത്. തുടക്കത്തിൽ ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ ഈ പടം ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് നല്ല രീതിയിൽ ഒരു വാക്ക് കൊള്ളൂല. അഖിൽമാരാര് ആ പടം അരമണിക്കൂറാണ്ട് പടത്തിയുള്ളത് 25 മിനിറ്റ് പുള്ളി ബുള്ളറ്റിനകത്താണ്. ഇതിലും ഭേദം മറ്റേ തലറിച്ചവൻ തന്നെയായിരുന്നു. ഇതുപോലൊരു നാണക്കേട് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എണ്ണം പറഞ്ഞ മാസ് സിനിമകൾ കൊണ്ടും മാസ് നായകന്മാരെ കൊണ്ടും സമ്പന്നമാണ് മലയാള സിനിമ എന്നറിയാം. അക്കൂട്ടത്തിലേക്ക് ഒരു ഹിറ്റ് ചിത്രത്തിന്റെ നായക പരിവേഷം കൂടി നമ്മൾ കാണാനിടയാണ്. ഞങ്ങളൊക്കെ എളിമയുള്ള ആൾക്കാരാ. ഇൻട്രോയിൽ തന്നെ ഊക്കാന്നല്ലേ സിനിമയിൽ പോയിട്ട് എന്നാ കിട്ടി? അവർ കൊല്ലം തന്നായിരുന്നോ? തന്നായിരുന്നു. ഞാൻ ഉദ്ഘാടനത്തിന് ചെയ്യുന്ന പൈസ മാത്രമേ ഈ സിനിമയിൽ മേടിച്ചിട്ടുള്ളൂ. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഈ സിനിമയിൽ നായകൻ ഞാനല്ല എന്നുള്ള കാര്യം സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ആ പടത്തിലെ അഭിനയത്തിന് സരോജിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ഞാൻ ഒരു സ്ഥലത്ത് പോലും നായകനാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അപ്പൊ ഈ സിനിമയിൽ ഇത്രയും മാത്രമുള്ള ഞാൻ എന്തിനാണ്, കാരണം എന്റെ തലയിലേക്ക് ഒരു ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കുന്നില്ലല്ലോ. ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ട കവിഞ്ഞിട്ടേ ആളുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ഞാൻ ഈ ബുള്ളറ്റിൽ തേരാപ്പാര നടക്കുന്ന കുറെ സാധനമുണ്ട്. ഇതൊക്കെ ഇതൊരു പാട്ടിന്റെ മൊണ്ടാഷിന് വേണ്ടി എടുത്തു വെച്ചതാണ്. ഈ കേട്ടതെല്ലാം സത്യമാണോ? അല്ല, അവൻ പറയുന്നത് നുണയല്ല, സത്യമാണ്. പച്ചവെള്ളം പോലെ സത്യമാണ്. ഇത് ഞാൻ എഴുതി, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത്, ഞാൻ നായകനെ അഭിനയിച്ച ഒരു സിനിമ പോലെ കംപ്ലീറ്റ്ലിയും നമ്മളിലേക്ക് ഫോക്കസ്ഡ് ആണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഒരു സിനിമയുടെ ലീഡ് ആര് ചെയ്യുന്നു? അതല്ല, ലാലേട്ടൻ മമ്മൂക്ക പടം വന്നിട്ടുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഡയറക്ടറിനും റൈറ്ററിനും പറയണേക്കാൾ ആദ്യം പഴിക്കുക ലാലേട്ടൻ മമ്മൂക്ക തന്നെയാണ്. വൃത്തിയായല്ലോ നിനക്ക്. അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട്. ഒറ്റ വരിയിൽ ചോദിച്ചോട്ടെ, മുള്ളൻകുട്ടിൽ അഭിനയിച്ചിന് ഇപ്പൊ കുറ്റം തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പറഞ്ഞ എൻ്റെ അടുത്ത് അന്ന് ആ പറഞ്ഞ വാക്കും കൂടെ അവർ പാലിച്ചിരുന്നെങ്കിൽ 100% ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതെന്താണെന്ന് ഞാൻ എടുത്തു പറയാത്തത്, മേ ബി ഈ പറയുന്നൊരു കാര്യം അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളായിരുന്നു. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണവും ഒക്കെ. തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ. അശ്വന്ത് പറയുന്നുണ്ട്, നിങ്ങളൊരാളുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത്. ഇപ്പൊ പല ആൾക്കാരും മേ ബി ഈ സിനിമ കണ്ടത് ഞാൻ ഉണ്ടായതുകൊണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സക്സസ്. പിന്നെ അശ്വന്തിനെ പോലുള്ള ആൾക്കാർക്ക് റിവ്യൂ ഇടത്തക്ക രീതിയിൽ നമ്മൾ വളർന്നല്ലോ. ഞാനൊരു വലിയ സംഭവം അല്ലേ? പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ